ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം കേളി നിറച്ചാർത്തായി. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേളി 2025 സ്കൂൾ കലോത്സവം എഴുത്തുകാരൻ സജയൻ എളനാട് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷത വഹിച്ചു. നിങ്ങളെല്ലാവരും ഇവിടെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ആ പരിപാടി അവതരിപ്പിക്കാനുള്ള മൂഡിലാണ് ഇരിക്കണേ അല്ലേ? അപ്പൊ ഞാൻ കുറച്ച് സംസാരിച്ചാൽ പോലെ ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ മാഷോട് ചോദിക്കായിരുന്നു, നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് അല്ലേ? ഇവിടുന്ന് 1ാം സമ്മാനം വാങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും? സബ് ജില്ലയിൽ പോകും. സബ് ജില്ലയിൽ നിന്ന് സബ് ജില്ലയിലേക്ക് പോവാം. ജില്ലയിലേക്ക് പോകും. കുറെ സമ്മാനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള PTA-കാരെല്ലാവരും കൂടി ഇപ്രാവശ്യം ഭയങ്കര തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുപ്പിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്രാവശ്യം നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? തൃശ്ശൂർ വെച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും കൂടി വലിയ ഒരു സ്വർണ്ണക്കപ്പ് എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്? തൃശ്ശൂർ ജില്ലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കണം. നമുക്ക് വേറെ ആർക്കെങ്കിലും വേണ്ട. അതിനുള്ള തയ്യാറെടുപ്പാണ് പഴയന്നൂർ സ്കൂള്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള പേരിലാണ് ഈ പരിപാടി ആദ്യം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സ്കൂൾ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത്. എന്തായാലും അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സ്കൂളിന്റെ മുഴുവൻ സംവിധാനത്തിനും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളാണ് ആദ്യമായിട്ട് അർപ്പിക്കാനുള്ളത്. പ്രിൻസിപ്പൽ ഗോപകുമാർ ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ KM അസീസ്, PTA പ്രസിഡന്റ് AB നൌഷാദ്, ഡെപ്യൂട്ടി HM മായ G, സീനിയർ അധ്യാപകൻ ഡോക്ടർ N വനവാസൻ, സ്റ്റാഫ് സെക്രട്ടറി ലത K എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെഡ് മിസ്റ്റേഴ്സ് ജയന്തി KN നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ വർണ്ണാഭമായി. ഒരു തരത്തിലുള്ള വേദനകളെ ചിന്തിക്കാനോ അത്തരത്തിൽ പ്രവർത്തിക്കാനോ ജീവിക്കാനോ നിങ്ങൾക്ക് തോന്നലുണ്ടാക്കില്ല. അത്തരത്തിലുള്ള ആത്യന്തികമായിട്ടൊരു ചിന്തയാണ് യഥാർത്ഥത്തിൽ കലയോട് നമുക്കുണ്ടാവേണ്ടത്. സർഗാത്മകമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന കഴിവുകൾ അത് പ്രദർശിപ്പിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ തന്നെയാണ് ആദ്യം അതിൻ്റെ ആ ഒരു സുഖം, ആ ലഹരി ആസ്വദിക്കുന്നത്. ഞാൻ എഴുതിയ കവിത ജോമാസം വായിച്ചിട്ട് നല്ലൊരു ആസ്വാദനത്തിൻ്റെ ഒരു 2 വരി പറയുമ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി ആദ്യം അതിൻ്റെ സുഖം അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഏതൊരു കലാരൂപവും അവർ പ്രദർശിപ്പിക്കുമ്പോൾ അവരാദ്യം അവർ തന്നെ ആസ്വദിക്കുകയും മറ്റു മുന്നിലിരിക്കുന്നവരെ ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുകയും. CCV ന്യൂസ് പഴയന്നൂർ.